എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ ആരെയും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കും. നിങ്ങൾ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇരിക്കുന്ന മുറിയുടെ ജനാലുകളും വാതിലുകളൊക്കെ തുറന്നിട്ട് ശുദ്ധവായു അകത്തേക്ക് കിടക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് ആരുടെയും വീടൊക്കെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ എല്ലാം തുറന്നിട്ടും ഫ്രീ ആയിട്ട് ശുദ്ധവായു അകത്തേക്ക് കയറിക്കോട്ടെ. നമുക്ക് ഇന്നലെ ചെയ്ത പ്രാക്ടീസ് ഇന്നലെ ഇരുന്ന് ചെയ്തു. നമുക്കതിൽ നിന്ന് 5 എണ്ണം ഇരുന്നും 5 എണ്ണം നിന്നും ചെയ്യാം. അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നട്ടിൽ നിങ്ങളൊന്ന് ഇരിക്കുന്നു, കൈകൾ നേരെ വയ്ക്കുക. നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ഈ പ്രാക്ടീസ് ഒന്നും കൂടെ. ഓക്കെ, ശ്വാസം എടുത്ത് ഇൻഹേൽ, ശ്വാസം കളഞ്ഞ് എക്സേൽ, കൈകൾ ചേർത്ത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ണുകൾ അടച്ചു തന്നെ ചെയ്തു. വീണ്ടും ശ്വാസം എടുത്ത് നിശ്വാസത്തോടെ വീണ്ടും നിശ്വസിച്ച് കൈകൾ അടുപ്പിക്കാം. നെഞ്ചിന്റെ വികാസവും സങ്കോചവും മനസ്സിൽ ധ്യാനിച്ചതിന് പുറത്തേക്ക് വീണ്ടും ശ്വാസം എടുത്ത് നിശ്വസിക്കാം. കൈകൾ ശാന്തമായി മടിയിൽ വയ്ക്കാം. നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നതിന് കാരണമുണ്ട്. നമ്മൾ ചെയ്യുന്തോറാണ് അതിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുക. ഒറ്റ ദിവസം ഒന്ന് ചെയ്ത് പിന്നെ വേറെ ചെയ്യുമ്പോൾ നമുക്ക് പഴയ ചെയ്ത് വ്യത്യസ്തമാക്കാൻ പറ്റില്ല. സോ we repeat many things so that അതുകൊണ്ട് നിങ്ങൾക്കത് ഉള്ളിൽ ഗ്രഹിച്ച് പിന്നീടായാലും അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊന്ന് എണീറ്റ് വെക്കാം. എണീറ്റ് വെക്കായിരിക്കും ഇതേ എക്സസൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. 2 കാലുകൾ പരമാവധി നമ്മൾ ഒന്നുകിൽ ചേർത്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു അകലം സൂക്ഷിക്കാം. കാലുകൾ നമുക്ക് ഇതുപോലെ ഒന്നിൽ ചേർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചെറിയൊരു അകലം. ഓക്കെ, ഈ 2 കൈകളും ഒന്ന് നിവർത്തി ഇതുപോലെ തന്നെ ശ്വാസം എടുക്കുക. ഒന്ന് വേണേൽ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ടെങ്കിലും തലയോട്ടേക്ക് ഒന്ന് ലീൻ ചെയ്യാം. ഇതിന് ശ്വാസം കളയുമ്പോൾ അതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു, കൈകൾ അടുപ്പിച്ചുകൊണ്ട് 1 then again 2 inhale, വീണ്ടും നിശ്വസിച്ച് 3 കണ്ണുകൾ അടച്ചോ കണ്ണുകൾ തുറന്നോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശ്വാസം കളഞ്ഞ് 4 breathe out, breathe in last round, then breathe out. കൈകളെ വെച്ച് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും, കൈയിടാം. ഇനി വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കൈ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയുടെ ഒരു അസ്വസ്ഥത വെച്ച് മാറി. നേരെ നിൽക്കാം, കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട്. ഏതൊരു പരിശീലനം ചെയ്യുമ്പോഴും അതിന്റെ റിസൾട്ട് അറിയുന്നത്, വ്യത്യാസം അറിയുന്നത് നമ്മൾ ശാന്തമായിട്ട് നിൽക്കുമ്പോഴും. വീണ്ടും നമ്മൾ ഇന്നലെ ചെയ്ത രണ്ടാമത്തെ, ഇതിനെ പറയുന്ന പേര് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ്. ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ആണ് സാധാരണ പറയുന്നത്. ഈ രണ്ടാമത്തെ നമ്മൾ ഇന്നലെ ചെയ്തത് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് ആണ്, സെക്കൻഡ്. അത് നമ്മൾ നിന്നിട്ട് ചെയ്യുന്നില്ല, ഇരുന്ന് ചെയ്തു. നിങ്ങളുടെ ഞാൻ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്നലെ ചെയ്ത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. കൈകൾ മുകളിലേക്ക് പോകും. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. നിങ്ങൾക്ക് കൈക്ക് വേദന ഉണ്ടെങ്കിൽ മാത്രമാണ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതർവൈസ് മാക്സിമം ഈ മസിൽസ് ചെവിയോട് ചേരുന്ന രീതിയിൽ നന്നായിട്ട് കയറും. അടി മുതൽ മുകൾ വരെ നന്നായിട്ട് ബോഡി വലിയ ഒരൊറ്റ മസിൽ പോലും ആക്റ്റീവ് അല്ലാത്തത് ഉണ്ടാകാൻ പാടില്ല. എല്ലാ മസിൽസും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, റെഡി. ഇൻഹേൽ, ഇവിടെ ഒരു മൂക്കിന്റെ അടുത്ത് വരുമ്പോൾ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ മലരും. ജസ്റ്റ് ടേക്ക് ഇറ്റ്, കണ്ടോ, മുകളിലേക്കാണ് പോവാം. 1 ശ്വാസം കളഞ്ഞ് മൂക്കിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ പതുക്കെ കൈ
ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യും. വേണ്ട, ഓട്ടോമാറ്റിക്കായി കൈ ഇവിടെ വരുമ്പോൾ തളർത്തിയിട്ട് കൊളാപ്സ് ചെയ്യുക. 3. പരിശീലനത്തിന്റെ രീതികൾ കിട്ടിയെങ്കിൽ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന് മൊത്തം വലിച്ചിട്ട് ശ്വാസം എടുത്ത് ഫില്ല് ചെയ്തൊക്കെ നമ്മൾ ഫീൽ ചെയ്യുക. ശ്വാസം കളഞ്ഞ് കൈയുടെ ഓരോ ചലനങ്ങളിലും നമുക്ക് ശ്രദ്ധയുണ്ടാകണം, ശ്വാസത്തിൽ ശ്രദ്ധയുണ്ടാകണം. പക്ഷേ ഇതിൽ കോവിഡ് ബാധിച്ച ആർക്കെങ്കിലും ശ്വസിക്കാൻ ഇത്ര ദീർഘമായിട്ടുള്ള ബുദ്ധിമുട്ടിന് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാനായിട്ടാണ് എനിക്ക് നിർദ്ദേശം. ഓക്കെ, 4. ഇൻഹെയിൽ, ശ്വാസം എടുത്ത് ശ്വാസം കളഞ്ഞ് ശ്വാസം എടുത്ത് 5. ശ്വാസം കളഞ്ഞ് വീണ്ടും സാവകാശം. ഒരു ചെറിയൊരു പോസ് ഇടുന്നുണ്ട്, കാരണം ഓരോ ശ്വാസത്തിന്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. എടുക്കുന്നതിന്റെയും കളയുന്നതിന്റെയും ഇടയ്ക്കൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിനെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ അടുത്ത ദിവസം അത് ഒന്നുകൂടി ശ്രദ്ധിക്കും. വീണ്ടും ശ്വാസം എടുത്ത് കാലിന്റെ മുട്ടൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, ബട്ടക്സ് ഉള്ളിലേക്ക് ഒന്ന് സ്ക്വീസ് ചെയ്യുക. നിങ്ങളുടെ NS മലദ്വാരത്തിന്റെ ഭാഗത്തിലേക്ക് ഒന്ന് നമ്മൾ ശരിക്കും ഒതുക്കുമ്പോൾ ഈ സ്ട്രെച്ച് നന്നായിട്ട് കിട്ടുകയും വയറ് നന്നായിട്ട് ഒതുങ്ങുകയും ചെയ്യും. ഓക്കെ, ശ്വാസം കളഞ്ഞു. ശരീരത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഈ പരിശീലനത്തിൽ നമ്മൾ ധ്യാനപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതാണ് യോഗയിൽ നമ്മൾ എപ്പോഴും പറയുന്നത്, ഇറ്റ് ഷുഡ് ബി മെഡിറ്റേറ്റീവ് മൂവ്മെന്റ്. ധ്യാനാത്മകമായിരിക്കണമല്ല, എങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു കൃത്യത ഉണ്ടാകും. അഗെയിൻ ശ്വാസം എടുത്ത് നിങ്ങളുടെ പരിശീലനം തുടരാം. ലാസ്റ്റ് 1 more റൗണ്ട് ആഫ്റ്റർ ദിസ്. വീണ്ടും നിശ്വാസത്തോടൊപ്പം വീണ്ടും ശ്വസിച്ച് ഓക്കെ, റിലാക്സ് ചെയ്യാം. വേണമെങ്കിൽ കാലൊന്നും കൂടി കുറച്ച് അകത്തിയിടാം നമുക്ക്. എന്നിട്ട് അകത്തി നമ്മൾ കാലെപ്പോഴും റെസ്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ, നമ്മുടെ ചെസ്റ്റിന്റെ ഒരു വിത്ത് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു അകലം, ഇതേ അകലം സമാനമായി കാൽപ്പാടങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ബോഡി ശരിക്കും ബാലൻസ് ചെയ്യുക. അപ്പൊ എപ്പോഴും പറയുന്നത് നമ്മുടെ നിപ്പിൽ പോലെ ശ്രദ്ധിക്കണം. നമ്മൾ 2 കാലുകളും നേർരേഖയിൽ 2 പാദങ്ങളുമായിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും എങ്ങനെ നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് സ്റ്റഡി പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, റെസ്റ്റ് ചെയ്യാം, കൈകൾ താഴ്ത്തിയിട്ട്. നമ്മൾ ചെയ്ത 2 പ്രാക്ടീസിന്റെ പേരുകൾ ആവർത്തിക്കുന്നു. ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട്, ഹാൻഡ് സ്ട്രെച്ച്. ഇനി നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് കാൽമുട്ട് വേദനയുള്ളവരോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ 2 കൈകളും താഴെ തൊടയോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഉപ്പൂറ്റി പൊക്കി നമ്മൾ ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിങ് എന്ന് പറയും. ഈ 2 കൈകളും മേളിലേക്ക് ഉയരുന്നതനുസരിച്ച് കാലും ഉയരും. ഹീൽസ് ഉയരും. നമ്മൾ ആ കൈ വരുന്നതനുസരിച്ച് ഉപ്പൂറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ബാലൻസ് ചെയ്യുക. നമ്മളുടെ എവിടെയാണോ നിങ്ങളുടെ മുറിയിൽ ഭിത്തിയിലേക്ക് ഏതെങ്കിലും പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം. കണ്ണ് തുറന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ബാലൻസ്ഡ് ആവും. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഒരു 5 റൗണ്ട്. 2 കാലുകളും സമാസമം വെച്ചു, തൊടയുടെ മുമ്പിൽ ഇതുപോലെ കൈപ്പത്തികൾ വെച്ചതിന് ശേഷം ശ്വാസം എടുക്കുന്നതോടൊപ്പം തന്നെ ഉപ്പൂറ്റിയും നോക്കുക, ടോസിലേക്ക് വരിക. ദെൻ യു ഹാവ് ടു സ്ട്രെച്ച്. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ സ്ട്രെച്ച് ശരീരത്തിന് മൊത്തത്തിൽ കിട്ടുകയാണ്. കൈപ്പത്തി ഫ്രണ്ടിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സി ലൈക്ക് ദിസ്. അപ്പോഴും ഇത് പരമാവധി ചെവിയോട് ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ്, ഇങ്ങനെ നമ്മൾ വെക്കരുത്. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ മസിൽസ് എല്ലാം വലിഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും ബോഡി നിൽക്കുക. അഗെയിൻ നിശ്വാസത്തോടൊപ്പം കൈകളും ഉപ്പൂറ്റിയും തറയിറക്കി താഴേക്ക് വന്നിരിക്കും. സാധാരണ പൊസിഷനിലേക്ക് വരും. വീണ്ടും ഒരു 3 റൗണ്ട് കൂടെ. ഇൻഹെയിൽ, കണ്ണ് തുറന്നേ ചെയ്യാവൂ ബാലൻസ് കിട്ടാനായിട്ട്. എക്സെയിൽ, വിശ്വസിച്ച് വീണ്ടും ലാസ്റ്റ് റൗണ്ട്.
സാവകാശം ഇരിക്കാം പ്ലീസ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വസ്ഥമായിട്ട് നോക്കിയിരുന്ന് ഡീപ്പ് ബ്രീത്തിങ് ഇന്നലെ ചെയ്തു ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ കുറച്ചുപേര് കമന്റ് ചെയ്തിരുന്നു, ഇതിന് ശേഷം കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി നിൽക്കും. അപ്പൊ ശ്വാസം എപ്പോഴും ജസ്റ്റ് ഒരു തിയറി, ഒറ്റ കൺസെപ്റ്റ് പറയാം. ശ്വാസം നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇമോഷൻസ് ആൻഡ് ബ്രീത്തിങ് ഇസ് റിലേറ്റഡ് എന്ന് പറയും, വെരി മച്ച് കണക്റ്റഡ്. നമ്മുടെ മനസ്സിൽ എന്ത് അസ്വസ്ഥമായ വിചാരങ്ങള് ചിന്തകൾ ഉണ്ടാകുന്നു അതെല്ലാം ശ്വസനത്തിലാണ് നിഴലിക്കുക. അപ്പൊ നിങ്ങളിപ്പോ ഒന്ന് ദേഷ്യപ്പെട്ടു, ഭയങ്കര സങ്കടം ഉണ്ടായി, നിരാശ വന്നു, സന്തോഷം ഉണ്ടായി, ഒരു സ്നേഹം തോന്നി. ഓരോ വികാരങ്ങൾക്കനുസരിച്ച് ശ്വസനത്തിന്റെ റേഷ്യോയിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മള് നെഗറ്റീവായിട്ടുള്ള എന്ത് ചിന്തകൾ വന്നാലും, നമ്മൾ സ്ട്രെസ്ഡ് ആയി, എക്സോസ്റ്റഡ് ആയി, നമുക്ക് ഇനി മുമ്പോട്ട് പ്രതീക്ഷയില്ലാന്ന് തോന്നുമ്പോഴൊക്കെ ശ്വാസത്തിൽ വ്യത്യാസമുണ്ട്. ആ സമയം നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുകയാണല്ലോ, ശ്വാസത്തിൽ വ്യത്യാസമാണ്. അപ്പോ കൂടുതലായിട്ടാണ് നമ്മളുടെ ശ്വാസം എടുക്കുകയും കളയുകയും ചെയ്യുന്നത് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പം ബ്രീത്തിങ് ആണ്. അപ്പൊ നമ്മൾ എത്രമാത്രം ശ്രമിച്ചാലും ഒരുപക്ഷെ ആ ശ്രമം വൃഥാവിലാകും. പക്ഷെ നിങ്ങൾ ശ്വസനത്തിൽ ശ്രദ്ധിച്ച് അതിനെ ദീർഘമായി എടുക്കുകയും കളയുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കും. അപ്പോൾ ബ്രത്ത് ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയും. ശ്വാസമാണ് ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന പാലം, യോഗയുടെ ശാസ്ത്രം. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രീത്തിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മൈൻഡിനും ഒത്തിരി ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞത്. ശരീരത്തിന് മാത്രമല്ല മാനസികമായിട്ട് നമ്മൾ ക്ലിയർ. ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത പോലെ നമ്മുടെ വലത് കൈ ഉദരത്തിൽ വെച്ചു, ഇടത് കൈ നെഞ്ചിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഉദരം മാത്രം വികസിക്കും, സങ്കോചിക്കും. ഡീപ്പ് അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറയാം. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നമുക്ക് മെഡിക്കൽ ടേംസ് പറയാൻ പറ്റും, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്. പിന്നെ അതർവൈസ് അബ്ഡോമിനൽ ഉദര കേന്ദ്രീകൃത ശ്വാസം. ബ്രീത്തിങ്ങിന്റെ എന്ത് റെസ്പിറേറ്ററി ശ്വസന സംബന്ധമായി എന്തൊക്കെ അസ്വസ്ഥതകൾ നമുക്കുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യും. ദഹന സംബന്ധമായ വ്യവസ്ഥകൾക്കും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിനെയും ശരിയാക്കി എടുക്കാനായിട്ട് ഈ ഡീപ് ബ്രീത്തിങ് സഹായിക്കും. അതുകൊണ്ട് യു കണ്ടിന്യൂ ഡൂയിങ്. തുടരാൻ നമുക്ക് പരിശീലനത്തിന്റെ അതിനെ കുറിച്ച് കൃത്യത കിട്ടിയ ഒരു കണ്ണുകളടച്ച് ശാന്തമായിട്ട് ഉദരത്തിന്റെ ഉയർച്ചയും താഴ്ചയും ശ്രദ്ധിച്ച് അതിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സങ്കോച വികാസങ്ങള് നിശ്വാസശ്വാസങ്ങളോടൊപ്പം ഉണ്ട്. അതിൻ്റെ ഒരു താളമുണ്ടല്ലോ, ഒരു റിഥം. അതിനൊന്ന് ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്ത് ശ്വാസപരിശീലനം ചെയ്താലും കണ്ണുകൾ ഇറുക്കി അടയ്ക്കരുത്, പല്ല് പ്രസ് ചെയ്യരുത്, ചുണ്ട് പ്രസ് ചെയ്യരുത്, ശാന്തമായി നോക്കാതിരിക്കും. കണ്ടിന്യൂ ഡൂയിങ്. ഇനി ഇത് നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കിടന്ന് ചെയ്യാം. ജസ്റ്റ് ലൈ ഡൗൺ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു വേരിയേഷൻ പറയാം. നിങ്ങൾക്ക് കൈയോട് ഇങ്ങനെ വെക്കാം. അപ്പൊ ഈ കൈമുട്ട് തറയിൽ റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്തിട്ട് നോക്കിക്കോളും. നമുക്കൊന്ന് കിടന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇരിക്കാനോ കുറച്ച് നേരം ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് ഈ ലൈ ഡൗൺ എന്നെ ഒന്ന് കിടന്ന് ചെയ്യും. ജസ്റ്റ് ലൈ ഡൗൺ. അന്നയുടെ സ്ക്രീൻ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കിട്ടുമെങ്കിൽ അന്നെ ലൈവിൽ വന്നിട്ടുണ്ട്. വി കൻ ആൾസോ വാച്ച് ഹിയർ. കണ്ണുകൾ അടച്ച് കിടന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ചെയ്യണം. നമുക്കൊരു ഐഡിയ കിട്ടുമെങ്കിൽ കിടന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, നമുക്കത് ഫീൽ ചെയ്യാൻ എളുപ്പമാണ്.
Continue doing. Okay, just relax. ഈ കൈകളൊന്ന് രണ്ട് വശത്തേക്കും ഇരുവശത്തേക്കും വെച്ച് സാവകാശം ഈ ശ്വാസത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പൊ നമുക്ക് കൈ വെക്കാതെ തന്നെ ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യുക. ദീർഘമായ ശ്വാസവും നിശ്വാസവും ഒന്നുകൂടെ എടുക്കുക. വൺസ് അഗെയിൻ. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു സ്പർശനത്തിന്റെ വ്യത്യാസത്തിൽ നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് കണ്ണിലടച്ച് റിലാക്സ്. നമുക്ക് രാത്രി ഉറക്കമില്ല, ഡിസ്റ്റർബ് സ്ലീപ്പാണ്. ഒരു കോവിഡ് വന്നവർക്ക് പലർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, വാക്സിൻ എടുത്തവർക്ക് പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളോ രോഗം ഉണ്ടാകും എന്നുള്ള ഭയം, എന്ത് ബുദ്ധിമുട്ട് നമുക്ക് മാനസികമായിട്ട് നമ്മൾ അലട്ടുന്നുണ്ടോ, ശ്വസനമാണ് ഏറ്റവും പ്രധാനം. അതിലുള്ള ശ്രദ്ധ. നമുക്കറിയാലോ, നമ്മളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ശ്വാസം ദൈവം നമ്മിലേക്ക് നിശ്വസിച്ചു തന്നിരിക്കുന്ന ഒരു ശ്വാസമാണ്. ഈ ശ്വാസം എന്ന് പിൻവലിക്കുന്നു അന്ന് നമ്മളില്ല. അപ്പോ അതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ബ്രെത്ത് ഓഫ് ലൈഫ് എന്നാണല്ലോ ജെനസിസിൽ പറയുന്നത്, ഉൽപ്പത്തിയിൽ. ജീവന്റെ ശ്വാസം. ഈ ജീവന്റെ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സർപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ മനസ്സിന്റെ കെട്ടുപാടുകളും ശരീരത്തിന്റെ അസ്വസ്ഥതകളൊക്കെ പതുക്കെ പതുക്കാൻ ഇല്ലായ്മ ചെയ്തു അറിയാം. ജസ്റ്റ് റിലാക്സ്. ഓക്കെ, ഗുഡ്. നമുക്ക് തിരിച്ചു വരാം, ഇരിക്കാം. നമ്മളോടൊപ്പം നമ്മളുടെ ഈ കോവിഡിന്റെ കാലഘട്ടത്തില് ശ്രദ്ധിക്കേണ്ട ഒരു ഭക്ഷണക്രമത്തെ കുറിച്ച് നമ്മളുടെ തന്നെ കാറ്റിസത്തിന്റെ ഒരു ടീച്ചറാണ്, ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ഹോമിയോപ്പതി ഡോക്ടറും കൂടിയാണ്, ഡോക്ടർ മേരി ഡയാന. നിങ്ങളൊരു 5-6 മിനിറ്റ് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കോവിഡിന്റെ ഈ കാലഘട്ടത്തില് നമ്മൾ ഈ മഹാമാരിയോട് എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പീറ്റർസന്റെ ബ്രീത്തിങ് എക്സസൈസ് എല്ലാം കേട്ടു. അപ്പോ നമുക്ക് ഇനി കൂടെ തന്നെ നമുക്ക് വ്യായാമത്തിന്റെ കൂടെ തന്നെ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ നമുക്ക് ഈ കോവിഡ് എന്നുള്ള ഡിസീസിനെ നമുക്ക് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനോട് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഓഡിയോ ക്ലിയർ ആണോ? നമുക്കറിയാം, ആരോഗ്യമുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ എല്ലാ രോഗങ്ങളെയും ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവ്, അതായത് നമുക്കൊരു രോഗപ്രതിരോധ ശേഷി നമ്മുടെ തന്നെ ശരീരത്തിലുണ്ട്. ഈ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രായം, അല്ലെങ്കിൽ അയാളുടെ ആഹാരം, അയാൾ കഴിക്കുന്ന എന്ത് ഭക്ഷണം കഴിക്കുന്നു, അയാൾ എങ്ങനെ ജീവിക്കുന്നു, അയാളുടെ ജീവിതശൈലി എന്നിവയെല്ലാം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷി നമ്മൾ ഹെൽത്ത് നല്ല സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് രോഗങ്ങളെ ചെറുത്ത് നിൽക്കുവാനും രോഗം വരാതിരിക്കാനും അഥവാ വന്നാൽ തന്നെ അതിജീവിക്കാനും നമുക്ക് സാധിക്കും. നമുക്കറിയാം, കോവിഡ് ഒക്കെ വന്ന് ചില കേസിൽ നമ്മൾ അറിയുന്നു പോലും ഇല്ല, ആൾക്കാർക്ക് വന്നു പോയത് അറിയുന്നു പോലും ഇല്ലായിരുന്നു ആദ്യത്തെ ഒരു വേവില്. ആ സമയം ചിലർക്ക് കൂടുതലായിട്ട് കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്നു. എന്തുകൊണ്ടാണ് ചിലർക്ക് പെട്ടെന്ന് സുഖമാവുന്നു, ചിലർക്ക് പെട്ടെന്ന് സുഖമാകാതെ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകുന്നത്? അത് ആ വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി, അതും ആ വൈറസിന്റെ ഇൻഫെക്ടിവിറ്റിനെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. രോഗപ്രതിരോധ ശേഷി നമ്മുടെ സ്ട്രോങ് ആണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള പട്ടാളം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ അതിജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാൻ, വരാതിരിക്കാനും ഈ ആരോഗ്യകരമായ ഭക്ഷണം നമ്മൾ നമ്മുടെ ഒരു ഭാഗമാക്കിയേ പറ്റുള്ളൂ. നമുക്കറിയാം, ഇന്നത്തെ ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സും എളുപ്പം ഉണ്ടാക്കാവുന്ന ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ പഴയ ഒരു നാച്ചുറൽ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഇപ്പൊ കൂടുതൽ കുറഞ്ഞു വരികയാണ്. അപ്പൊ അതാണ് നമ്മളെ കൂടുതൽ രോഗങ്ങളിലേക്ക് നയിക്കുന്നത്.
ഇപ്പൊ നമ്മളൊരു പഴയതിലേക്ക് ഒരു തിരിച്ചുപോക്ക്, ഒരു ഹെൽത്തി ഫുഡ് എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലേ നമുക്ക് ഈ കോവിഡിന്റെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരു ഹെൽത്തി ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ WHO, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നുണ്ട്, ഒരു ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും സമീകൃതമായ അളവിൽ, കറക്റ്റ് അളവിൽ തന്നെ, അതായത് കാർബോഹൈഡ്രേറ്റ് 65%, പ്രോട്ടീൻ ഒരു 20%, ബാക്കി ഫാറ്റ്, അങ്ങനെ ആ അളവിൽ, ആ കൃത്യമായ അളവിൽ നല്ല ഭക്ഷണം, ആരോഗ്യകരമായ ഭക്ഷണം, പോഷകങ്ങൾ ഉൾപ്പെടെ എല്ലാ വൈറ്റമിൻസും മിനറൽസും. ഈ രോഗപ്രതിരോധ ശേഷി നിർണ്ണയിക്കുന്നതിൽ വൈറ്റമിൻസിനും മിനറൽസിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭക്ഷണമാണ് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെൽത്തി ജീവിതത്തിന്റെ ഭാഗമാക്കാം. അതായത് എല്ലാ പോഷകങ്ങളും ഉൾപ്പെടണം, ആഹാരമായിരിക്കണം, അതിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ നമുക്ക് രണ്ടാക്കി നമ്മൾ തരംതിരിക്കും. നമ്മൾ അത്രയും കടന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മൾ കിട്ടുന്നത് കഴിക്കുന്നു എന്നൊക്കെ ആയിരിക്കുള്ളൂ മിക്കവാറും. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള് അസിഡിക് എന്നും പറയാം, ആൽക്കലൈൻ എന്നും പറയാം. അങ്ങനെ 2 ക്ലാസ് ആയിട്ട് നമുക്ക് കഴിക്കുന്ന ഭക്ഷണം. നമ്മുടെ ശരീരത്തിൽ തന്നെ ആസിഡും ആൽക്കലിയും ഉണ്ട്. അപ്പൊ ഈ ആസിഡും ആൽക്കലി എല്ലാം ഒരു ബാലൻസിലാണ് നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ആ ബാലൻസ് നിൽക്കുന്നത് ഒരു pH എന്ന് പറയുന്നത് 7.2 ആണ്. അതായത് കുറച്ച് ആൽക്കലൈൻ. നമ്മൾ 7ൽ താഴെയുള്ളതെല്ലാം അസിഡിക് എന്ന് പറയും, 7ൽ മുകളിലുള്ളതെല്ലാം ആൽക്കലൈൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ pH എന്ന് പറയുന്നത് കുറച്ച് ആൽക്കലൈൻ ആണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അസിഡിക് ഫുഡും ഉണ്ട്, ആൽക്കലൈൻ ഫുഡും ഉണ്ട്. അപ്പൊ സ്ഥിരമായി അസിഡിക് ഫുഡ് തന്നെ കഴിക്കുന്ന ഒരാള്, അസിഡിക് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി വരുമ്പോൾ കാണാം, അടുത്ത സ്ലൈഡ്സിലുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഇപ്പൊ ജങ്ക് ഫുഡ്സ്, അച്ചാറുകള്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഷുഗർ, ഇതെല്ലാം കൂടുതൽ ഉൾപ്പെടുന്ന, അതാണ് കൂടുതൽ ഡയറ്റിലെങ്കിൽ അയാളുടെ ശരീരം ക്രമേണ അസിഡിക് ലെവലിലേക്ക് പോകും. ഈ പോയി കഴിഞ്ഞാൽ നമുക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് രോഗാണുക്കളെല്ലാം കൂടുതലും അനേറോബിക് ആണ്, ഓക്സിജൻ കുറവുള്ള അന്തരീക്ഷത്തിലാണ് അവ കൂടുതലായിട്ട് വളരുന്നത്. ഈ അസിഡിക് ബോഡിയിൽ എപ്പോഴും ഓക്സിജൻ ലെവൽ കുറവായിരിക്കും. അപ്പൊ രോഗാണുക്കൾക്ക് അവിടെ വളരാൻ ചാൻസ് കൂടുതലാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. അസിഡിക് ഫുഡ്സ് നമ്മൾ സ്ഥിരമായ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം നമ്മൾ ആൽക്കലൈൻ ഫുഡ്സ്, അതായത് ഈ pH വാല്യൂ 7ന് മുകളിലുള്ള ഫുഡ്സ് ആണ് നമ്മൾ സ്ഥിരമായി കഴിക്കുന്നതെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പച്ചക്കറികൾ, ചീര, ബ്രൊക്കോളി, കോളിഫ്ലവർ, നട്ട്സ്, ബദാം, അങ്ങനെയുള്ളതെല്ലാം, അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കാണാം ഏതൊക്കെയാണെന്നുള്ളത് വരുന്ന സ്ലൈഡ്സിൽ. അങ്ങനെ കൂടുതൽ ആൽക്കലൈൻ ഫുഡ്സ് ആണ് നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കുന്നതെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. ഇനി അഥവാ വന്നാൽ തന്നെ അവയെ ചെറുത്ത് നിൽക്കാനുള്ള ആന്റിബോഡീസ് ആക്കാൻ എളുപ്പമാണ് നമ്മുടെ ആൽക്കലൈൻ ബോഡി ആണെങ്കിൽ. അപ്പൊ നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരം കൂടുതൽ ആൽക്കലൈൻ ആക്കി മാറ്റുക, നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെ, ആൽക്കലൈൻ ഫുഡ്സ് കൂടുതൽ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണ രീതിയിലൂടെ. ഈ ആസിഡ് ബോഡി എന്ന് പറയുന്നത് രോഗത്തിന് ഒരു മാഗ്നറ്റ് പോലെയാണ്. എവിടെ രോഗം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ക്യാൻസർ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ക്യാൻസർ ഒക്കെ കൂടുതലായിട്ട് വരുന്നത് എന്ന് വെച്ചാല് അസിഡിക് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നവരിലാണെന്നാണ് പഠനം എല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ക്യാൻസർ, പിന്നെ പെട്ടെന്ന് പ്രായമാകുക, ചെറിയ കുട്ടികളിൽ തന്നെ മുടി നരയ്ക്കുക, അങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെ ഈ അസിഡിക് ഫുഡ്സ് ആണ് കൂടുതൽ കാരണമാകുന്നത്. അതേസമയം ആൽക്കലൈൻ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ pH എപ്പോഴും 7ന് മുകളിലാക്കി നിർത്തും. നമുക്ക് കൂടുതൽ ഓക്സിജൻ ബോഡിയിൽ തന്നെ ഉണ്ടാകും. നമുക്ക് രോഗാണുക്കളെല്ലാം വരാൻ സാധ്യത കുറവായിരിക്കും. നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റും, രോഗങ്ങളെല്ലാം ചെറുത്ത് നിൽക്കാനും പറ്റും. ആൽക്കലൈൻ ഡയറ്റ് ആണ് ഒരു ഹെൽത്തി ബോഡിക്കുള്ള ഒരു താക്കോൽ തന്നെയാണ് ഈ ആൽക്കലൈൻ ഡയറ്റ് എന്ന് പറയുന്നത്.
നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ ആൽക്കലൈൻ ഡയറ്റ് എന്ന് അറിയണ്ടേ, എന്നാലേ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ചില ഭക്ഷണങ്ങൾ കൂടുതൽ ഹൈലി ആൽക്കലൈൻ ഉണ്ട്, അതായത് ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത്, ഒരുപാട് pH ലെവല് ഹൈ ആയിട്ടുള്ളത്. അത് നമ്മൾ പറയുന്നത് നമ്മുടെ വെള്ളരിക്ക, കുക്കുംബർ, പിന്നെ സ്പിനാച്ച്, ചീര, ബ്രൊക്കോളി, പിന്നെ മുളപ്പിച്ച ധാന്യങ്ങൾ, ഈ ചെറുപയർ, ഗോതമ്പൊക്കെ മുളപ്പിച്ച് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ സ്പ്രൗട്ട്സ് ആയിട്ടുള്ളതെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഹൈലി ആൽക്കലൈൻ കണ്ടന്റ് ഉള്ളതാണ്. പിന്നെ ഹെർബൽ ടീ, അതും ഇപ്പൊ ഒരുപാട് പേര് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫലം ഉള്ളതാണ് ഹെർബൽ ടീ. ഇതെല്ലാം ഹൈലി ആൽക്കലൈൻ ഗ്രൂപ്പ് ഓഫ് ഫുഡ്സിലുള്ളതാണ്. ഇനി നമുക്ക് മോഡറേറ്റ്ലി ആൽക്കലൈൻ, അത് നമുക്കറിയാം ക്യാബേജ്, സെലറി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, നാരങ്ങ, ഉള്ളി, ഈ ലിസ്റ്റിലുള്ള അവക്കാഡോ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്, ബീറ്റ്റൂട്ട്, ഇതെല്ലാം മോഡറേറ്റ്ലി ആൽക്കലൈൻ. ആയിട്ടുള്ളത് കോളിഫ്ലവർ, ക്യാരറ്റ്, പൊട്ടറ്റോ, തേങ്ങ, പിന്നെ ആൽമണ്ട് മിൽക്ക്, ഇതെല്ലാം മൈൽഡ്ലി ആൽക്കലൈൻ. നമ്മൾ ഈ ഹൈലി ആൽക്കലൈൻ, മോഡറേറ്റ്ലി ആൽക്കലൈൻ, മൈൽഡ്ലി ആൽക്കലൈൻ എന്നുള്ള ഈ 3 ലിസ്റ്റിലെയും ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. കുക്കുംബർ, ചീര, ബ്രൊക്കോളി, മുളപ്പിച്ച ധാന്യങ്ങള്, ഹെർബൽ ടീ, പിന്നെ ബീറ്റ്റൂട്ട്, ക്യാബേജ്, സെലറി, അതായത് എല്ലാ പച്ചക്കറികളും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ എല്ലാ പച്ചക്കറികളും, ഫ്രൂട്ട്സ്, ഒരുപാട് അസിഡിക് അല്ലാത്ത ഫ്രൂട്ട്സ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയുള്ള ഇതെല്ലാം ആൽക്കലൈൻ ആണ്. അസിഡിക് ഫുഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ചെറുതായിട്ട് അസിഡിക്, മൈൽഡ്ലി അസിഡിക് ആയിട്ടുള്ളത് ചെറി, പ്ലം, അങ്ങനെ ഇച്ചിരി പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ. പിന്നെ ഡേറ്റ്സ്, ഈന്തപ്പഴം, വാട്ടർമെലോൺ, തണ്ണിമത്തൻ, ഓട്സ്, സോയാബീൻ. പിന്നെ നമ്മൾ ധാന്യങ്ങൾ പൊതുവെ റൈസ്, അരി, ഗോതമ്പൊക്കെ നമ്മൾ കൂടുതലും ചെറുതായിട്ട് അസിഡിക് എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ധാന്യങ്ങളുടെ അളവ് കുറച്ച് കുറയ്ക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. നമ്മൾ മലയാളികളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്, ചോറ് ഒരുപാട് എടുക്കും, കറി ഒരു ചെറിയൊരു പോർഷനിലേ എടുക്കുള്ളൂ, സാമ്പാറൊക്കെ ആണെങ്കിൽ ചാറ് മാത്രം എടുക്കുള്ളൂ. അതല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ചോറിന്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻസ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ സൺഫ്ലവർ ഒക്കെ ചെറുതായിട്ട് മോഡറേറ്റ്ലി അസിഡിക് എന്നുള്ളതിൽ നമ്മൾ മാങ്ങ, ഓറഞ്ച്, പൈനാപ്പിള്, സ്ട്രോബെറി, ഗോതമ്പ്, ബ്രെഡൊക്കെ ഇപ്പൊ സ്ഥിരം ആൾക്കാരുടെ ഒരു എളുപ്പപ്പണിയാണത് വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ അസിഡിക് ഫുഡ് ആണെന്ന് കണ്ട് നമ്മൾ അതെല്ലാം മാറ്റി നിർത്തേണ്ടതുണ്ട്. പിന്നെ മയോണീസ്, ഈ പിസ്സ, ബർഗറിലൊക്കെ കെച്ചപ്പ്, സോസുകൾ, അതെല്ലാം അസിഡിക് ഫുഡ്സ് ആണ്. ഹൈലി അസിഡിക് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ട ഫുഡ്സ് ആണിത്. മൈൽഡ്ലി അസിഡിക് നമ്മൾ കുറച്ച് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഹൈലി അസിഡിക് ആയിട്ടുള്ള നമ്മൾ തീരെ കഴിക്കാതിരിക്കുക, നിർത്തിണ്ടെങ്കിൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് ആൽക്കഹോൾ, പിന്നെ സ്വീറ്റൻഡ് ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ നമ്മൾ ബേക്കറിയിലൊക്കെ കുപ്പിയിലാക്കി, ബോട്ടിലാക്കിയിട്ട് കിട്ടുന്നത്. പിന്നെ ജാം, പിന്നെ വിനാഗിരി, അറിയാലോ അസിഡിക് ആണ്. പിന്നെ ബീഫ്, മുട്ട, ചീസ്. പിന്നെ ഏറ്റവും പ്രത്യേകത ഏറ്റവും കൂടുതൽ അസിഡിക് നമ്മൾ പറയാവുന്നത് നമ്മുടെ ഷുഗർ തന്നെയാണ്. നമ്മൾ പഞ്ചസാര കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ 3 കിലോ ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒരു മാസം കണക്ക് നോക്കുക, 1 കിലോ ഒക്കെ ആക്കുക. ഞങ്ങളോട് എപ്പോഴും പീറ്ററച്ചൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ പറഞ്ഞിപ്പോ കുറച്ചു നില്ലാക്കി. ഷുഗറിന്റെ ഒരു ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ ബോഡിയുടെ pH ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ചായ, കാപ്പി, കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നത് ഒന്ന് കുറയ്ക്കുക. പിന്നെ കൊക്കക്കോള, പെപ്സി, അങ്ങനെയുള്ള ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം, ഈസ്റ്റ്, ചിക്കൻ, പോർക്ക്, അങ്ങനെ നോൺ വെജ് ഐറ്റംസ് കുറയ്ക്കുക. ബീഫ് ഒത്തിരി ഹൈലി അസിഡിക് ആണ്, ബീഫ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ആൽക്കലൈൻ ഫുഡ്സ് കൂടുതൽ കഴിക്കുക. നമ്മുടെ പച്ചക്കറി, നേരത്തെ കാണിച്ച ആദ്യത്തെ സ്ലൈഡ്സിലെ പച്ചക്കറി എല്ലാം ഉൾപ്പെടുത്തി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിത് പ്രത്യേകമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഭക്ഷണ രീതി. നമുക്ക് എന്നാൽ മാത്രമേ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ രോഗപ്രതിരോധ ശേഷി സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രം നമുക്ക് ഈ കോവിഡ് എന്നുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മുടെ പീറ്ററച്ചന്റെ ഈ ബ്രീത്തിങ് എക്സസൈസിന്റെ ഒപ്പം ഈ ഒരു നല്ലൊരു ഹെൽത്തി ഡയറ്റിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം.
നമുക്ക് റിലാക്സേഷനിലേക്ക് പോകാം. ഒന്ന് കിടക്കാം എല്ലാവർക്കും. ഇന്നലെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഞാൻ കാണിച്ചത്. നമുക്ക് ഇന്ന് റൈറ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് അറിയാലോ, 2 പില്ലോയോ അല്ലെങ്കിൽ സംതിങ് കിടന്നതിന് ശേഷം സൈഡ് കഴിഞ്ഞ് കിടന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നത് പോലെ, നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ചെറുപ്രായത്തിൽ വിശ്രമിക്കുന്ന ഇങ്ങനെയാണ്. ഇങ്ങനെയോ അല്ലെങ്കിൽ ഇതുപോലെയോ കിടക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം മലർന്ന് കിടക്കുക, അതായത് വയറ് തറയിൽ മുട്ടി കിടക്കുന്ന രീതിയിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നുകിൽ ഇങ്ങനെയാകാം, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കാം, അല്ലെങ്കിൽ തലയിണ വെച്ചിട്ട് നിങ്ങൾക്ക് സൈഡ് തിരിഞ്ഞ് കിടക്കാം. ക്ലിയർ? ജസ്റ്റ് റിലാക്സ്, ജസ്റ്റ് ലൈ ഡൗൺ ഇൻ ശവാസന. നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ വിശ്രമിക്കാനായിട്ട് പ്രവേശിക്കുന്നു. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ കിടക്കുന്ന പൊസിഷനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണയുണ്ടാകും. നിർദ്ദേശങ്ങൾ കേട്ട് അതിനനുസാരം മുൻപോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സംഗീതം, ശുദ്ധമായ സംഗീതം എപ്പോഴും നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ, ബ്രെയിനിനെ, മസിൽസിനെ എല്ലാം റിലാക്സ് ചെയ്യാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ്. സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ നമുക്ക് വിശ്രമത്തിലേക്ക് പതുക്കെ പോകാം. നിങ്ങളുടെ ശരീരത്തെ മൊത്തം ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, സങ്കല്പിക്കുക. ഉള്ളങ്കാൽ മുതൽ നിങ്ങളുടെ തലയുടെ നെറുക് വരെ, ക്രൗൺ വരെ, കൈവിരലുകൾ മുതൽ ഷോൾഡർ വരെ മനസ്സിൽ നിങ്ങളൊന്ന് കാണുക. നിങ്ങളുടെ ശരീരത്തിന്റെ കിടപ്പിന് കണ്ണുകൾ അടച്ച് വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ സ്കാനിങ്, CT സ്കാനൊക്കെ പറയുന്ന പോലെ മനസ്സ് വലിയൊരു സ്കാനറാണ്. മനസ്സിൽ നമുക്ക് ശരീരത്തെ മുഴുവൻ കണ്ടെത്താൻ ശ്രമിക്കാം. വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാനുണ്ട്. മനസ്സിനെ കൊണ്ടുവരാം. ശ്വാസം എടുക്കുമ്പോഴും കളയുമ്പോഴും നമ്മളുടെ ഉദരത്തിന്റെ ഉയർച്ച താഴ്ചകളുടെ ഒരു സമ്മേളനം എപ്പോഴും മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കണം. പ്രത്യേകിച്ച് വിശ്രമാവസ്ഥയിൽ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ശാന്തമായിരിക്കും. നൗ യു ആർ ഇൻ എ റെസ്റ്റിംഗ് പൊസിഷൻ. ഞാൻ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും സൂചിപ്പിച്ചു പോകും. കണ്ണുകൾ അടച്ച് ഓരോ ശരീരഭാഗങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മനസ്സിനെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഏകാഗ്രമാക്കാം. കാലിന്റെ അഗ്രങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുവരാം. ഉള്ളങ്കാൽ, ഇടതു വലത്, തള്ളവിരല്, ചെറുവിരലുകൾ 4, ഉപ്പൂറ്റി, കാലിന്റെ പുഴ, ആങ്കിൾ ജോയിന്റ്സ്, കാഫ് മസിൽസ്, പിള്ള മസില്, കാൽമുട്ടുകൾ, തുട, അരക്കെട്ട്. ശരീരത്തിന്റെ ലോവർ എക്സ്ട്രിമിറ്റീസ് എന്നറിയപ്പെടുന്ന ഈ കാൽഭാഗം, ഇടതും വലതും വളരെ ശാന്തമായി കിടക്കുന്നത് ശ്രദ്ധിക്കുക. വീണ്ടും നമ്മുടെ ശ്രദ്ധ ഉദരത്തിന്റെ സങ്കോച വികാസങ്ങളിലേക്ക്, നെഞ്ചിന്റെ ചെറിയ ഉയർച്ച താഴ്ചകളിലേക്ക്, തൊണ്ട, കഴുത്ത്, ബാക്ക് മസിൽസ് എല്ലാം, കഴുത്ത് മുതൽ അരക്കെട്ട് വരെയുള്ള നമ്മളുടെ പുറം ഭാഗത്തെ എല്ലാ മസിൽസും, കൈപ്പലക, കൈയുടെ മസിൽസ്, കൈമുട്ട്, കൈക്കുഴ, കൈപ്പത്തി, കൈയുടെ 5 വിരലുകൾ, തള്ളവിരല്, ചൂണ്ടാണി വിരൽ, മധ്യവിരൽ, ചെറുവിരൽ, മോതിരവിരൽ. ശരീരത്തിന്റെ മധ്യഭാഗം തൊണ്ട മുതൽ അടിവയറ് വരെയും, കഴുത്ത് മുതൽ അരക്കെട്ട് വരെയും, കൈപ്പലകൾ മുതൽ കൈയുടെ വിരലുകളുടെ അഗ്രങ്ങൾ വരെയും ശാന്തം. മനസ്സിൽ നമുക്കൊരു ചിത്രമായി വിശ്രമാവസ്ഥയിലായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗം. വീണ്ടും നമ്മുടെ തലയിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. താടിയില്, ചുണ്ടുകൾ, ദന്തനിരകൾ, നാവ്, കവിൾത്തടങ്ങൾ, ഇരുചെവികൾ,
മൂക്കിലൂടെ കടന്നു പോകുന്ന ശ്വാസത്തിന്റെ സ്പർശനം. മൂക്കിലേക്ക് നമ്മൾ ശ്വസിക്കുമ്പോൾ ചെറു തണുപ്പോടും നിശ്വസിക്കുമ്പോൾ ചെറു ചൂടോടും കൂടെ. നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ധ്യാനിക്കാൻ ഒത്തിരിയേറെ പോയിന്റ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്പർശനം എന്ന് പറയുന്നത്. ശ്വാസം കടന്നു പോകുന്ന വഴികൾ, ശ്വാസം അകത്തേക്ക് ചെല്ലുമുണ്ടാകുന്ന വികാസവും തിരിച്ചു പോകുന്നുണ്ടാകുന്ന സങ്കോചം, ഇതെല്ലാം നമ്മുടെ മെഡിറ്റേഷൻ പോയിന്റ്സ് ആണ്. വീണ്ടും മൂക്കിന്റെ പാലം, നാസികാഗ്രം, കണ്ണുകൾ പരമാവധി അയച്ചു, കണ്ണിന്റെ മസിൽസ് റിലാക്സ്ഡ് ആയി, കൺപോളകൾ കൃഷ്ണമണി തളർത്തിയിട്ടും, കണ്ണിന്റെ പുരികങ്ങൾ, നെറ്റി, തലയുടെ ക്രൗൺ, നെറുക്, പിൻഭാഗം. ശരീരത്തെക്കുറിച്ച് നമുക്ക് മൊത്തത്തിൽ ഒരു ധാരണയായി വിഷ്വലൈസ് ചെയ്യും. അടി മുതൽ മുടി വരെ, മുടി മുതൽ അടി വരെ ബോഡിനെ കുറിച്ച് തീർത്തും ധാരണയായി. വിശ്രമത്തിൽ കിടക്കുന്ന ഈ ശരീരത്തെ ധ്യാനപൂർവ്വം കാണും. ഇത് ദൈവത്തിന്റെ ഒരു ആലയമാണ്. ശരീരം ടെമ്പിൾ ഓഫ് ഗോഡ്. ഈ ശരീരത്തെ അധ്വാനം കൊണ്ടാണ് നമ്മൾ തന്നെ ഭാരപ്പെടുത്തിയിരിക്കുക. വിശ്രമം കൊണ്ട് അതിനെ ലാളിത്യത്തിലേക്കും ലഘുത്വത്തിലേക്കും കൊണ്ടുവരാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. So just to relax and enjoy the relaxation of the body and the mind. വിശ്രമത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ ലഘുവായി ആകാശത്ത് ഉയർന്നു പോകുന്ന ഒരു പക്ഷിമാനസത്തെ പോലെ ഉയർന്നു പൊന്തി നടക്കുന്ന ഒരു സുഖദായകമായ ഒരു അനുഭവം. You just enjoy it. മനസ്സതിലുള്ള ശാന്തത, മുഖം പ്രസന്നം, ശ്വാസം വളരെ സാവകാശം അല്ലെങ്കിൽ നിശ്ചലം. വിശ്രമത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. സംഗീതം തീർച്ചയായിട്ടും നമ്മൾ അതിനെ സഹായിക്കുന്നു. വലിച്ചു മുറുക്കി വെച്ചിരിക്കുന്ന എല്ലാ മസിൽസുമായി ശുദ്ധമായ സംഗീതത്തിൽ മനസ്സൊക്കെ വരിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനയവുണ്ടാകും. ബൊമ്പാട് ചെയ്ത പോലെ നമ്മുടെ തലയൊക്കെ ഇങ്ങനെ പെരുക്കിയിരിക്കുകയാണെങ്കിൽ ശുദ്ധമായ സംഗീതവും വിശ്രമത്തിന് സഹായിക്കും. ഒത്തിരിയേറെ just relax and enjoy. ശരീരത്തിന്റെ ഭാരമില്ലായ്മ, മനസ്സിന്റെ സുഖമൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് സാവകാശം സ്വസ്ഥമായി സൈഡ് ചെരിഞ്ഞ് നമുക്ക് എണീറ്റിരിക്കാം. കണ്ണുകൾ അടച്ച് ഈ ദിനത്തിന്റെ ഈ പ്രഭാതത്തിന്റെ വിശുദ്ധ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്ത ഈ ആരോഗ്യത്തെക്കുറിച്ചും ശുദ്ധമായ ഭക്ഷണത്തെക്കുറിച്ചും എൻ്റെ ദൈവം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെ ഗൗരവത്തോടെ ഞാൻ ബഹുമാനിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്തം. അതാണ് ഭക്ഷണത്തിലൂടെ നമ്മൾ ഡോക്ടർ മേരി ഡയാനിൽ ശ്രദ്ധിച്ചത്. ഞാൻ ഒരു സ്റ്റുവാർഡ്ഷിപ്പാണ് എന്നെ സംബന്ധിച്ച്. ഞാനൊരു നോട്ടക്കാരനാണ് ഈ ശരീരത്തിന്റെ ഹൗ മച്ച് ഐ ഡു. നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചും ആത്മകഥകളിലൂടെയും ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി പരിശീലിപ്പിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നന്ദി പറയാം. സാവകാശം നമുക്കൊന്ന് ഈശ്വര സന്നിധിയിലെ സാഷ്ടാംഗം പതുക്കെ പ്രണമിച്ച് സാവകാശം എണീറ്റ് കൈകൾ തിരിഞ്ഞ് ചൂടുകൊടുത്ത് അടഞ്ഞിരിക്കുന്ന കൺപോളകളിലേക്കും മുഖത്തേക്കും ഈ ചൂടിനെ പകർന്ന് വീണ്ടും ഇതൊരു ഹീലിംഗ് ടച്ചാണ്, ഒരു സൗഖ്യത്തിന്റെ ഒരു സ്പർശനമാണ് നമ്മളിൽ തന്നെ കൊടുക്കുക. ഓരോ ഭാഗങ്ങളിലേക്കും ഇതുപോലെ തന്നെ നമ്മൾ ജെന്റിൽ മസാജിങ് ഇട്ട് കൊടുക്കുക. ഹീലിംഗ് ടച്ച് ഉള്ളംകാൽ വരെ. താങ്ക് യു. നിങ്ങൾക്ക് നല്ല ദിവസവും രാത്രിയിൽ നല്ല വിശ്രമവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.